ഞാൻ എൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പഴയ കാലമല്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. പണ്ട് എന്താ പറയുക, ഒരു മാതൃഭൂമി മനോരമ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. ഒന്നുകൂടെ ചോദിക്കുകയാണെ, ഭയങ്കര ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സൂപ്പർ കൂളാണല്ലോ. എൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി വോട്ടർമാർ എന്താ പറയുക, ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യാം. ക്ലൈമറ്റ് എങ്ങനെയാവും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ്, എന്ത് കൊടുങ്കാറ്റ് വന്നാലും വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനം എല്ലാ ബൂത്തിലും നമ്മൾ പ്രവർത്തകർ സജ്ജമാക്കിക്കൊണ്ടിരിക്കും. പുഴ നിറഞ്ഞൊഴുകിയാൽ ബോട്ട് വരെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്കരയിലെ വോട്ടർമാരെ കൊണ്ടുവരാൻ. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു 78 വരെ പോകാം, മാക്സിമം. പിന്നെ മഴക്കനുസരിച്ച് 70 to 78%. 70 താഴാൻ സാധ്യത വളരെ കുറവാണ്. ഈ അമരമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെ LDF-ന് കഴിഞ്ഞ പ്രാവശ്യം 1000-ന് മുകളിൽ ലീഡുള്ള പഞ്ചായത്താണ്. ഇവിടെയൊക്കെ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? അതൊക്കെ PVNമാർ റോട്ടിൽ കൂടെ കണ്ടിണ്ടാക്കിയ വോട്ടാണ്, മനസ്സിലായില്ലേ? ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ CPM-ന് 4 സീറ്റാണ്ടായിരുന്നു. ഇന്ന് 18 സീറ്റാണ്. 9000 വീട് മുനിസിപ്പാലിറ്റിയിൽ കാൽനടയായി കയറി ആളോട് വോട്ട് ചെയ്തിട്ട് കിട്ടിയ വോട്ടാണ്. അൻവർ പോയിട്ട് രോമം പോയില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഇവിടുത്തെ സഖാക്കളത് അത് പ്രതികരിക്കും. സംസ്ഥാനത്ത് ഇരുന്നിട്ടല്ല അത് പറയേണ്ടത്. ഇവിടെ ഓരോ പഞ്ചായത്ത്, ഞാൻ വരുമ്പോൾ എത്ര പഞ്ചായത്തല്ലേ? ഞാൻ വരുന്ന സമയത്ത് എന്താ 1 or 2 പഞ്ചായത്താണ്, ഒരു പഞ്ചായത്ത് എന്തുകൊണ്ടല്ലേ? ബാക്കി മുഴുവൻ കഠിനാധ്വാനം നടത്തിയിട്ട് ഒരു തൊഴിലാളി വർഗ പാർട്ടി എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ് ആ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആ പാർട്ടി ഒരു മുതലാളിത്ത ശൈലിയിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ എതിർത്തത്. 100%. ഈ സാധാരണ CPM-ന്റെ കേഡർ വോട്ടുകളൊന്നും ഇളകില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ചിത്രം. PVN പറഞ്ഞു കേഡർ വോട്ടുകൾ പോലും വിള്ളൽ വീഴുന്നുണ്ട്. അത്രത്തോളം സാധ്യമാണ്. ഇല്ല, കേഡർ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ കേഡർ വോട്ട് എവിടെയും പോകില്ല എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 6 മാസം പറഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 29,000 വോട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതിന് ബാക്കി വോട്ടൊക്കെ കൂടെ പോയി. പിന്നെന്താ ഈ 60,000 വോട്ടിന് കണക്കും പറഞ്ഞ് നടക്കുന്നത്? അതിൻ്റെ താഴെയാണ്. പിന്നെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ട് അടുക്കളയിൽ ചന്തി ഞെരങ്ങാണ്. അതിൽ ഇപ്പോൾ 2000-3000 കൂടി കിട്ടും. അതാ 35,000-ന് മേലെ പോകില്ല എന്ന് ഞാൻ പറയുന്നത്. അതും ജനം പരിഗണിക്കുമെന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.